എവ്രി വൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മാത്സിൻ്റെ ഒരു കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ പറയാമെന്ന്. പ്ലസ് വണ്ണിൽ എനിക്ക് മാത്സിന് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ ഓരോ ചാപ്റ്റേഴ്സ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചെയ്തത്, ഏതൊക്കെ ചാനൽസാണ് കണ്ടത്, അപ്പോൾ എല്ലാം ഒരു ഇൻഡെപ്ത് ആയിട്ട് തന്നെ ഡീറ്റെയിൽസ് ആയിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കറിയാം 14 ചാപ്റ്ററാണ് നമുക്കുള്ളത്. അതിൽ അത്യാവശ്യം എല്ലാം നല്ല ഈസിയാണ് കേട്ടോ. എന്നെ സംബന്ധിച്ച് ബൈനോമിയൽ തിയറം, ലീനിയർ ഇൻഇക്വാലിറ്റീസ്, 3D, പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സ്, സെറ്റ്സ്, പെർമ്യൂട്ടേഷൻസ്, പ്രോബബിലിറ്റി, സീക്വൻസ് ആൻഡ് സീരീസ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, കോണിക് സെക്ഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ്, ഇതെല്ലാം നല്ല ഈസി ചാപ്റ്റേഴ്സാണ്. പൊതുവേ അങ്ങനെ തന്നെയാണ് പറയുന്നത്. പിന്നെ ഈ കോണിക് സെക്ഷൻസും അതുപോലെ തന്നെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസും ഇതിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും, പിന്നെ സ്ട്രെയിറ്റ് ലൈൻസും, ഈ ചാപ്റ്റേഴ്സിൽ അവർക്ക് ടഫാക്കണമെന്ന് വിചാരിച്ചാൽ ഏതറ്റം വരെയും കൊണ്ട് ടഫാക്കാൻ പറ്റുന്ന ലെവലിലുള്ള കൺസെപ്റ്റ്സ് അതിലുണ്ട്. അത് നമ്മൾ ക്ലിയർ ആക്കണം എന്നുള്ളത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യമാണ്. നമ്മൾ ബേസ് ലെവൽ മാത്രം നോക്കി പോകും, അപ്പോൾ ഇത് നല്ല ഈസി ആയിരിക്കും. പക്ഷേ ഈ ഇൻഡെപ്തിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമുക്ക് അറ്റൻഡ് ആക്കാൻ പറ്റണം. ആ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. പിന്നെ നോർമലി കുട്ടികൾ ടഫ് എന്ന് പറഞ്ഞ രണ്ട് ചാപ്റ്റേഴ്സാണ് ഞാൻ കേട്ടിട്ടുള്ളത്, ട്രിഗണോമെട്രിയും ലിമിറ്റ്സും. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രിഗണോമെട്രി നല്ല ഈസി ആയിരുന്നു. ഞാൻ ഒരു ഇക്വേഷൻ പോലെ, നമുക്ക് ഒരുപാട് ഇക്വേഷൻസ് പഠിക്കാനുണ്ടെന്ന് അറിയാം, പക്ഷേ നമുക്കിങ്ങനെ കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യമുണ്ടല്ലോ, ലൈക്ക് സൈൻ 2x, കോസ് 2x, അങ്ങനത്തെ 1-2 വാല്യൂസ് ഒഴിച്ച് ബാക്കി നമുക്കല്ലാതെ കുറേ ഇക്വേഷൻസ് അതിൽ പഠിക്കാനുണ്ട്. അതൊന്നുപോലും ഞാൻ കാണാതെ പഠിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ ഇത് പറയാൻ കാര്യം, മിക്കയിടത്തും ഇത് കാണാതെ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. അത് എഴുതിയിടും, ഒരു വൈറ്റ് പേപ്പറിലെല്ലാം എഴുതിയെടുക്കാൻ പറയും, കുറേ തവണ റിപ്പീറ്റ് ചെയ്യാൻ പറയും, ബൈ ഹാർട്ട് ചെയ്യാൻ പറയും. ടു ബി ഹാനസ് ഞാനത് ചെയ്തിട്ടില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കയ്യിലാണെങ്കിൽ ഇവർ ഇതിങ്ങനെ ഒന്നും കാണാതെ പഠിക്കാൻ ഞാൻ കുറേ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്കതാണ് ഓക്കെ എങ്കിൽ നിങ്ങൾക്കത് ഫോളോ ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ എനിക്കത് അങ്ങനെ ഓക്കെ അല്ല. എനിക്കതാണെങ്കിൽ അത് കൺഫ്യൂഷൻ വരും, എനിക്കത് മാറിപ്പോവും. അപ്പോൾ എനിക്ക് തന്നെത്താൻ അത് കണ്ടുപിടിക്കേണ്ട ഒരു വേ ആണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സൈലത്തിൽ പഠിക്കുന്നവർക്കറിയാം, ഫുഫു സാർ, അതായത് ഷാഹിദ് സാറ് നമുക്ക് ഈ പാഠം എടുക്കുമ്പോഴത്തേക്ക് ഓരോ അതിൻ്റെ ഇക്വേഷൻസ് എങ്ങനെ തന്നെത്താൻ ഉണ്ടാക്കേണ്ടേ എന്നാ പറഞ്ഞാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ കാണാതെ പഠിച്ചല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈവൻ സൈനും കോസിൻ്റെയൊക്കെ വാല്യൂസ് പോലും ഞാൻ കാണാതെ പഠിച്ചു വെച്ചിട്ടില്ല. ഓക്കെ, ഈ ട്രയാങ്കിൾ എടുത്താൽ ഈ വാല്യൂ കിട്ടും, നമുക്കത് കണ്ടുപിടിക്കാനുള്ളൊരു കറക്റ്റ് ഇതുണ്ടല്ലോ, ആ ഒരു ലെവലിലാണ് ഞാൻ പോവാറുള്ളത്. അങ്ങനെ ഫോളോ ചെയ്യാൻ ഞാൻ ഒരിക്കലും പറയുന്നില്ല, പക്ഷേ മനസ്സിലാക്കി പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഓരോരുത്തരുടെ കംഫർട്ടാണ്, അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്കത് മാനേജ് ചെയ്യാം. പിന്നെ ട്രിഗണോമെട്രി എത്രത്തോളം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നോ അത്രത്തോളം ഈസി ആവുന്നൊരു ചാപ്റ്ററായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. എനിക്ക് പേഴ്സണലി അത് ഒട്ടും പാടായിട്ട് തോന്നി. ഞാൻ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ള ട്രിഗണോമെട്രിയിലാണ്. പിന്നെ ഉള്ളത് ലിമിറ്റ്സ് എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് പാടുള്ള ചാപ്റ്ററായിരുന്നു. ഞാനത് പഠിച്ചിട്ടില്ല എന്ന് ഞാൻ പറയത്തില്ല, കാരണം നമുക്ക് ഈ വർഷത്തേക്ക് അതായതുകൊണ്ട് ബേസും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, ലിമിറ്റ്സ് ഇൻ്റഗ്രേഷൻ്റെയൊക്കെ ഒരു ബേസിക് കാര്യങ്ങൾ കുറേയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഫൈനൽ എക്സാമിന് ഞാൻ അത് പഠിച്ചിട്ടില്ല. ഓക്കെ, ഫൈനൽ എക്സാമിന് വേണ്ടി ഞാൻ അതിന് ഒരു എഫേർട്ടും എടുത്തിട്ടില്ല, അത് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ഫൈനൽ എക്സാം ടൈമിൽ സ്കിപ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ എനിക്കിത് എത്ര എഫേർട്ട് ഇട്ടാലും ഒരു ഔട്ട്പുട്ട് കിട്ടാത്തൊരു ചാപ്റ്ററായിട്ട് എനിക്ക് പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഞാൻ പറയത്തില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സിന് ലിംസ് നല്ല ഈസി ആയിരുന്നു. എനിക്ക് പക്ഷേ പേഴ്സണലി അത്ര ഔട്ട്പുട്ട് കിട്ടാത്തൊരു ചാപ്റ്റർ ആയതുകൊണ്ട് ഫൈനൽ എക്സാമിനും മോഡൽ എക്സാമിനും ഞാൻ ആ ചാപ്റ്ററിൽ ഓവർ ടൈം ഇൻവോൾവ് ചെയ്ത് വെറുതെ വേസ്റ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ടൈമും കൂടെ ബാക്കി ചാപ്റ്റേഴ്സിന് കൊടുത്തു. നോട്ട് ദ പോയിൻറ്റ്, ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടേ ആ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോഴേ പഠിക്കാതെയല്ല പോയത്. അത് പഠിക്കണം നിങ്ങൾ, കാര്യം +2-ന് അത് ബേസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യങ്ങൾ അറിയണം. ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ചാപ്റ്ററൊക്കെ അങ്ങനെ നല്ല ടഫ് ലെവലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എത്ര പഠിച്ചിട്ടും മനസ്സിലാവാത്ത ലെവൽ വരുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ സെറ്റാക്കുക. പിന്നെ ബാക്കിയുള്ളത് ഒരു ചാപ്റ്ററിൻ്റെയൊക്കെ കാര്യമായിട്ട് പറഞ്ഞാൽ എല്ലാ ചാപ്റ്ററും അങ്ങനെ നിൽക്കരുത്. അങ്ങനെയൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് എക്സാമിലേക്ക് അതിനെടുക്കുന്ന എഫർട്ടും കൂടെ ബാക്കി ചാപ്റ്ററിൽ സെറ്റാക്കി വെക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, ബാക്കി ചാപ്റ്ററിൽ നിന്ന് എനിക്ക് ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എഴുതാൻ പറ്റുന്ന ലെവലിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. ഒരു ചാപ്റ്ററൊക്കെ നമ്മൾ സ്കിപ്പ് ചെയ്യുമ്പോൾ, ഞാൻ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ നിങ്ങളടുത്ത് പറയത്തില്ല, അതല്ലാതെ പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. പക്ഷേ എനിക്ക് ലിമിറ്റ്സ് എത്ര പഠിച്ചാലും ഔട്ട്പുട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അവസാന ടൈമിൽ വെറുതെ അത് പഠിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കിട്ടാതാകുമ്പോഴത്തേക്ക് എനിക്ക് പിന്നെ പേഴ്സണലി ഒരു സെൽഫ് ഡൗട്ട് അതുപോലെയൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എൻ്റെ കോൺഫിഡൻസും കൂടി കളയേണ്ടെന്ന് വെച്ചിട്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. ഞാനതിപ്പോൾ സത്യമായിട്ട് പറഞ്ഞതാണ് കേട്ടോ. പിന്നെ എല്ലാം എന്താണെന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസിങ്. NCERT ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് മാക്സിമം പ്രാക്ടീസ് ചെയ്തോ. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ കുറേ പേര് ചോദിക്കുന്നത് എങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് എക്സാമ്പിൾസ് ഉണ്ട്, ഞാൻ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാറുണ്ട്, എക്സസൈസ് ചെയ്ത് നോക്കാറുണ്ട്. ഇനി മിസലേനിയസ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്.
അത് എത്ര പേര് ഏതൊക്കെ ചാപ്റ്റർ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ എന്തായാലും ബൈനോമിയൽ തിയറം, ലീനിയർ ഇനിക്വാലിറ്റി, 3D, പെർമ്യൂട്ടേഷൻ, ട്രിഗണോമെട്രി, കോംപ്ലക്സ് നമ്പർ, സെറ്റ്സ്, പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, പ്രോബബിലിറ്റി, സീക്വൻസ് ആൻഡ് സീരീസ്, ഇത്രയും ചാപ്റ്റേഴ്സിൻ്റെ ഞാൻ മിസലേനിയസ് സെഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ഒരു തവണയല്ല 2-3 തവണ. ബാക്കിയുള്ളതിൽ ഞാൻ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ, കോണിക് സെക്ഷൻസ്, സ്ട്രെയിറ്റ് ലൈൻ, അങ്ങനെ എനിക്ക് തോന്നുന്നു ഒരു 3-4 ചാപ്റ്റേഴ്സ് എന്തോ ഞാൻ മിസലേനിയസ് അങ്ങനെ നോക്കിയിട്ടില്ല. അതായത് ഞാൻ പറഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ടില്ല. റാൻഡംലി 1-2 ക്വസ്റ്റ്യൻസേ നോക്കിയിട്ടുള്ളൂ. കാര്യം ഞങ്ങൾക്ക് ഒരു ലാസ്റ്റ് ടൈമൊക്കെ എത്തിയപ്പോഴാണ് സ്കൂളിൽ തന്നെ, അതായത് ക്രിസ്മസ് എക്സാമിനാണ് ഞങ്ങൾക്ക് നല്ല ടഫ് ലെവലിൽ പാറ്റേൺ മാറ്റി വന്നത്. അപ്പോഴാണ് സ്കൂളിൽ തന്നെ പറയുന്നത് ഇനി NCERT ഓറിയൻറ്റഡ് ആയിട്ട് ഇൻഡെപ്തി നോക്കണമെന്ന്. അപ്പോൾ ഞങ്ങളിത് പഠിച്ചു തുടങ്ങുന്നത്, ഞാനിത് NCERT ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങുന്നത് ജനുവരി തൊട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് എല്ലാത്തിൻ്റെയും മിസലേനിയസ് കവറാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ബാക്കിയുള്ളൊരു 10 ചാപ്റ്റേഴ്സ് അടുപ്പിച്ച് ഞാൻ മിസലേനിയസ് ഉൾപ്പെടെ എല്ലാം ഒരു 3-4 ടൈംസ് ചെയ്തിട്ടുണ്ട്. ബാക്കി ചാപ്റ്റേഴ്സിൻ്റെ എക്സാമ്പിൾസും എക്സസൈസും എന്തായാലും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഒരു ലാസ്റ്റ് ആ ഒരു ജനുവരി, ഫെബ്രുവരി, മാർച്ച് എക്സാം വരെയുള്ള ടൈമിൽ ഞാൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു 5 ബുക്കും. ഞാൻ ഇങ്ങനെ മാത്സിന് എപ്പോഴും ബുക്ക് എടുക്കാറുണ്ട് കേട്ടോ, ഫൈനൽ എക്സാം ആവാറാകുമ്പോൾ എഴുതി പഠിക്കാൻ വേണ്ടി. കാരണം ഈ ഒരു എക്സാമിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടാതെ ഡൗൺ ആകുമ്പോൾ ഇതെടുത്ത് നോക്കുമ്പോൾ ഭയങ്കര ആശ്വാസം. ഞാൻ ഇത്രയും ക്വസ്റ്റ്യൻസൊക്കെ ചെയ്ത് ഞാൻ പ്രാക്ടീസ് ചെയ്തല്ലേ എന്നൊരു സെൽഫ് ഹാപ്പിനെസ് തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ളതാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തന്നത് ഇത്രയും ബുക്സ് അടുപ്പിച്ച് ഞാൻ ആ സമയത്ത് ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഇതിൽ ഒരു തവണ ഒരു ക്വസ്റ്റ്യൻ മാത്രം ചെയ്ത് അങ്ങനെ നിർത്തിയിട്ടില്ല. ഓരോ ക്വസ്റ്റ്യൻസും ഒരു സർട്ടൻ ടൈം എത്തുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ മെയിനായിട്ട് നോക്കുക. ഞാനിതിപ്പോഴേ പറഞ്ഞതെന്ന് വെച്ചാൽ ആ ഒരു ടൈമിൽ അത്യാവശ്യം ഞങ്ങൾക്ക് നല്ല റഷായിരുന്നു. അതായത് ആ ഒരു ജനുവരി തൊട്ടുള്ള ടൈമിൽ ഈ NCERT ഫുൾ ക്വസ്റ്റ്യൻസ് ചെയ്യാമെന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. ഒരുപാട് ടൈം ഇരിക്കണം. ഞാൻ തന്നെ ഒരു ഫെബ്രുവരി ആ സമയമൊക്കെ ഇപ്പോൾ പെർ ഡേ 10 hour പ്ലസ് ഒക്കെ ഇരുന്നിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ള ലെവലിലൊക്കെ. അപ്പോൾ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ ഈ സ്റ്റാർട്ടിങ്ങിലേ തന്നെ ഈ NCERT ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് പോയാൽ ഫൈനൽ എക്സാം ആവാറാകുമ്പോൾ നിങ്ങൾക്ക് അത്ര സ്ട്രെസ്സൊന്നും കാണത്തില്ല. കുറച്ചുകൂടി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ടൈമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണത് ഇപ്പോഴേ പറഞ്ഞത്. ക്ലാസ് ഞാൻ ഏതാണ് ഫോളോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ശൈലത്തിൻ്റെ ക്ലാസ്സാണ് മെയിൻലി ഫോളോ ചെയ്യുക. അതിൽ എനിക്ക് ഏറ്റവും കംഫർട്ട് ഫുഫു സാറ്, പിന്നെ ആദർശ് സാറ്, നമുക്ക് 4 ടീച്ചർമാരാണ് മാത്സിനുള്ളത്. അപ്പോൾ എനിക്ക് 4 വരെയും ക്ലാസ് എനിക്ക് ഓക്കെയാണ്. അതിൻ്റെ എല്ലാം ക്ലാസ് കാണാറുണ്ട്, അതെനിക്ക് മനസ്സിലാവാറുണ്ട്. ഞാൻ അത് തന്നെയാണ് ഫോളോ ചെയ്യുക. പിന്നെ എനിക്ക് കഴിഞ്ഞ തവണ ഈ ഒരു ഫൈനൽ എക്സാം ടൈമൊക്കെ ആവാറായപ്പോൾ ഞാനിങ്ങനെ മാത്സ് സ്റ്റഡി പ്ലാനൊക്കെ ഇട്ട ടൈമിൽ എൻ്റെ അടുത്ത് കുറേ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തൊരു ചാനലാണ് ആൽബിൻ കാട്ടാക്കട എന്ന് പറയുന്ന ഒരു സാറിൻ്റെ മാത്സ് ക്ലാസ്സസ്. അപ്പോൾ അത് ഞാൻ അതിൻ്റെ ഇതിലൊന്ന് റെഫർ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. ഒരുപാട് NCERT ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ അതിലും സോൾവ് ആയി പോകുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ നോക്കാറുണ്ട് കേട്ടോ. പിന്നെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ എഴുതുമെന്ന് വെച്ചാൽ മാത്സിന് ഞാൻ ലിമിറ്റ്സിൽ ക്വസ്റ്റ്യൻ ഒഴിച്ച് ബാക്കി എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ കുറേ പേർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ സമയം കിട്ടാത്തേക്ക് ഉണ്ടാവും. അത് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കറക്റ്റ് ആവും. പിന്നെ വേറൊരു കാര്യം, ഈ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം. അതായത് ഇപ്പോഴേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് എക്സാമിനൊക്കെ ഇരിക്കുന്ന പോലെ അങ്ങനെ കറക്റ്റ് ഒരു ടൈം വെച്ചിട്ട് കാൽക്കുലേറ്ററിലും എല്ലാം ചെയ്ത് നോക്കുക. പിന്നെ മാക്സിമം മാർക്ക് പോകുന്നത് എപ്പോഴാണെന്നറിയോ, ഈ ഒരു കണക്ക് തെറ്റുമ്പോഴാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെയൊക്കെ ലാസ്റ്റ് ഒരു 5-6 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. അതിലെവിടെയെങ്കിലും ഒരിടത്ത് ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ ഫുള്ള് പോയി. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരിടത്ത് ഒരു പോയിൻറ്റിൻ്റെ വ്യത്യാസം വന്നാൽ മതി, ആ ഒരു ക്വസ്റ്റ്യൻ ഫുള്ളും പോയി, 5 മാർക്കും പോയി. കാര്യം ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ കണക്കിൽ നിന്നാണ് ബാക്കി മൊത്തം കണ്ടുപിടിച്ച് വരാനുള്ളത്. അപ്പോൾ മൈന്യൂട്ട് മിസ്റ്റേക്സ് എപ്പോഴും വരാറുള്ളതാണ്. എനിക്ക് ഒരുപാട് വന്നിട്ടുള്ളതാണ്. ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ടാണ് പബ്ലിക് എക്സാമൊക്കെ അറ്റൻഡ് ആക്കിയത്. പബ്ലിക് എക്സാം ടൈമിൽ കുറച്ചുകൂടെ കെയർഫുൾ ആവും എന്ന് പറയും. പക്ഷേ എനിക്ക് കഴിഞ്ഞ മോഡലിന് എൻ്റെ സ്കോർ 50 ആയിരുന്നു കേട്ടോ. അതായത് ഇതിൻ്റെ സ്കോർ, മാത്സിൻ്റെ സ്കോർ 50 ആയിരുന്നു. ആ 50 ആയിരുന്നു 51 ആയിരുന്നു, എനിക്കത് കറക്റ്റ് ഓർമ്മയില്ല. അതിൻ്റെ അകത്ത് എനിക്ക് ഒരു 4-5 മാർക്ക് പോയത് കണക്ക് കൂട്ടലിൻ്റെ മിസ്റ്റേക്കാണ്. 3/2 ഇത് എഴുതിയിട്ട് അതിൽ മൈനസ് ചുമ്മാ ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ കറക്റ്റ് നമ്പർ കൂട്ടി സൈഡിൽ ഇതാക്കി നമ്മൾ എഴുതി വെക്കുമല്ലോ, പക്ഷെ അത് ഒന്നുകൂടെ എടുത്ത് എഴുതുന്ന സമയത്ത് നമ്പർ തെറ്റിച്ച് കൊടുക്കുക, പോയിന്റ് മാറ്റി കൊടുക്കുക, അങ്ങനത്തെ കുറച്ച് കെയർലെസ് മിസ്റ്റേക്സ് ആയിരുന്നു എനിക്ക് കൂടുതലും മോഡലിന് വന്നിട്ടുണ്ട്. മോഡലിനല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളത്. അപ്പം അങ്ങനത്തെ തന്നെ ആയിരിക്കും മിക്കവർക്കും മാർക്ക് പോകുന്നതും. അപ്പം അത്
മാക്സിമം നമ്മൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്കും നല്ലതാണ്. അതിനൊക്കെ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ, മാക്സിമം ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ PYQs ചെയ്യണമെന്ന് ചോദിക്കുന്നവരുണ്ട്. കോഴ്സ് നിങ്ങൾ PYQs ഫോളോ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ ഞാൻ പറയുക NCERT കംപ്ലീറ്റ് ആക്കിയിട്ട് മതി PYQ. കാര്യം NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും PYQയിൽ വരാം. പിന്നെ NCERTയിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം കവർ ചെയ്താൽ നിങ്ങൾക്ക് PYQ ഒക്കെ പുഷ്പം പോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. PYQs പിന്നെ ലാസ്റ്റത്തെ കുറച്ച് വർഷത്തെ PYQs ഞാൻ പറയാം, പോർഷൻസൊക്കെ ഒന്ന് ഒരുവിധം പോർഷൻസൊക്കെ കവറായതിനു ശേഷം, ഇപ്പോൾ ഓൺ എക്സാമിൻ്റെ ആണെങ്കിൽ ഇത്രയും പോർഷൻസ് കവറായിട്ട് മുമ്പത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ആ ചാപ്റ്റേഴ്സിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അറ്റൻഡ് ആക്കുന്നത് കുറച്ച് ബെറ്റർ ആയിരിക്കും.